കാലങ്ങളിലൂടെ ആളുകൾ ചൊല്ലിപ്പിടിച്ച മാലയിലും അള്ളാഹിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് മഹാന്മാരോട് ചോദിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ളൊരു ബോധ്യം ആളുകൾക്കുള്ളിലൂടെ കടന്നു വന്നു. ഞാൻ വെറുതെ പറയല്ല, നമ്മളുടെ ആദ്യത്തെ മുഹിയദ്ദീൻ മാലയിലെ 70 വരിയുണ്ട്. മര്യാദയുള്ള കുട്ടിയെ മന്നാനെ നൽകണീയെന്ന മോടിന്തോർ മറുപടി ലൗഹില്ലാവർക്കില്ലാത്തില്ലാതെ മുറുക്കുന്നു 2 കോടുക്ക നീതയ്യാറേ കൊടുക്കാനെളുപ്പത്തിയില്ലെങ്കിൽ 3 കൊടുക്കണമങ്ങനെ 7ഓളം വിണ്ടോർ 800 വീടും മുമ്പായിരവൻ എങ്കിൽ ഞാൻ 7 കൊടുക്കാമതെന്ന്. മൊയ്തീൻ ഒരു മുരീദ് വന്നിട്ട് പറഞ്ഞു, ഷേഖ് എനിക്ക് കുട്ടിയില്ല. ഉടനെ ഷേഖ് അള്ളാഹിനോട് പറഞ്ഞു, അല്ലാ എന്റെ മുരീദിനൊരു സന്താനത്തെ കൊടുക്കല്ലാ. അല്ല പറഞ്ഞു, നിന്റെ മുരീദിന് ലൗഹുൽ മഹ്ഫൂദിൽ സന്താനമില്ല. എന്താണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ, ലോകത്ത് അല്ലാഹു ആദ്യമായി പഠിച്ചത് ലൗഹിലെ കലമാ. ബൈഹഖിയുടെ സുനനിലൂടെ കാണാം, ലോകത്ത് അല്ലാഹു ആദ്യമായി പഠിച്ചത് ലൗഹിലെ കലമാണ്. ആ പേനയോട് എന്തെന്ന് എഴുതി വെക്കാൻ പറഞ്ഞു, അതാണ് ലോകത്തിലൂടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ സന്താനമില്ല എന്ന് എഴുതി വെച്ചാൽ ആ മനുഷ്യന് സന്താനമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ശൈഖ് പോയിട്ട് അല്ലാഹുവിനോട് പറയുന്നുണ്ടല്ലോ, എന്റെ മുരീദിന് സന്താനത്തെ കൊടുക്കല്ലാ. അല്ല പറഞ്ഞു, നിന്റെ മുരീദിന് ലൗഹുൽ മഹ്ഫൂദിൽ സന്താനമില്ല, ഒരെണ്ണം കൊടുക്കാൻ പറ്റൂലെന്നോ, എങ്കിൽ 2 കൊടുക്കല്ലോ. അല്ല പറഞ്ഞു 2 പറ്റൂല, എങ്കിലും 3 കൊടുക്കല്ല. അല്ല പറഞ്ഞു 3 പറ്റൂല, എങ്കിൽ 4 കൊടുക്കല്ല. പറഞ്ഞ് 7 വരെ എത്തിയപ്പോ 800 വീടും മുമ്പായിരവർ എങ്കിൽ ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 8 എന്ന് പറയാതെ പേടിച്ചിട്ട് അല്ല പറയുന്നുണ്ട്, എങ്കിലും ഞാൻ 7 കൊടുത്തോളാ, എങ്കിലും ഞാൻ 7 കൊടുത്തോളാ. അതാണ് 800 വീടും മുമ്പായിരവർ എങ്കിൽ ഞാൻ 7 കൊടുക്കാമതെന്നോവർ. എന്താ കിട്ടി സാധാരണക്കാരനെ? അല്ല തരൂലാന്ന് ലൗഹുൽ മഹ്ഫൂദിൽ വിധിച്ച പിന്നെ കിട്ടൂലല്ലോ, കഴിഞ്ഞു. അതുപോലും ആർക്ക് വാങ്ങിത്തരാൻ പറ്റും? മൊയ്തീൻ ഷേഖിന് വാങ്ങിത്തരാൻ പറ്റും. അതുകൊണ്ട് സാധാരണക്കാരൻ അല്ലാഹനെ വിട്ടു പടപ്പുകളിലേക്ക് തിരിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഇത് മൊയ്തീൻ ഷേഖ് പറഞ്ഞിട്ടില്ല കേട്ടോ. മൊയ്തീൻ ഷേഖ് പറഞ്ഞത്, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെ നീ പള്ളിയാക്കണം. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ആ ഹൃദയമാകുന്ന പള്ളിയിൽ അല്ലാഹുവിന്റെ കൂടെ അള്ളാഹ് ഒഴിവാക്കിയിട്ടെന്ന് പറഞ്ഞില്ല, മഅയ്യത്താണ്. അള്ളാഹിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. തെളിവ് ധരിച്ചത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. സൂറത്തുൽ ജിന്ന് 18-ാമത്തെ ആയത്ത്. പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ആ അള്ളാഹിന്റെ കൂടെ നിങ്ങൾ മറ്റാരോടും ദുആ ചെയ്യല്ലേ. സാധാരണ ഈ ആയത്തൊന്നും പറയും അത് മുജാഹിദ് വിരോധന ആയത്താണ്. മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന് പറയുന്ന കിതാബിൽ ഈ ആയത്ത് ധരിച്ചിട്ട് പറയാൻ, ആ പള്ളി ഏതാണ്? ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെയാണ് നീ പള്ളിയാക്കേണ്ടത്. ആ പള്ളിയിലെ ആ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ കൂടെ മറ്റാരോടും നീ ദുആ ചെയ്യല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ് അല്ലാഹുവിനേക്കാളും വാങ്ങിച്ചു തരാൻ ഇവരെ കൊണ്ട് കഴിയുമെന്ന ബോധ്യങ്ങളിൽ ആളുകളുടെ മനസ്സ് കൊടുത്തപ്പോ സാധാരണക്കാരെ അല്ലാഹുവിനെ വിട്ടു പടപ്പുകളിലേക്ക് തിരിയാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ സമൂഹം എവിടേക്ക് സഞ്ചരിക്കുന്നറിയോ? നിങ്ങൾ ആലോചിച്ചൊക്കെ ഇപ്പൊ എവിടം വരെ എത്തി? വള്ളിയെ ആരാധിക്കുന്നവരെ, പാടിയാർ പാളയത്ത് വേപ്പുമരത്തെ, പുത്തരിപ്പാടത്ത് വള്ളിയെ, നാട്ടുകല്ലിൽ കല്ലിനെ, നിലവിളക്കില്ലാത്തൊരു ഖബർ, ഒരു ചാർ നമുക്കൊന്ന് കാണാൻ സാധിക്കും. നമ്മളുടെ നാട്ടിൽ ഷാഫി മദ്ഹബുകാരെന്ന് പറയും. ഷാഫി മദ്ഹബിലെ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ശിഷ്യനായി 950 വർഷക്കാരനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ശിഷ്യനായി പൊന്നാനിയിൽ വന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആളുകളായിട്ട് അറിയപ്പെടുന്ന ആളുകൾ ഇല്ലേ? നിങ്ങൾ ആലോചിക്കുക, ആ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹം സവാദർ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞത്, വയജിബു ഇസാലത്തു കുല്ലു കൻദീലിൻ ഔ സിറാജിൻ അലാ ഖബറിൻ വലാ യസ്ഖു വഖഫു വനദറുഹു. ഖബറിന്റെ മേലെയുള്ള വിളക്കുകളാണെങ്കിലും നിലവിളക്കുകളാണെങ്കിലും നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വെളിച്ചത്തിനാണോ
അത്യാധുനിക വൈദ്യുതിയുള്ള ഈ കാലഘട്ടങ്ങളിലും നിലവിളക്ക് കൊണ്ടുവന്ന് കത്തിച്ചത് വെളിച്ചത്തിനായിരുന്നുവോ? അതിലെ വെളിച്ചെണ്ണ കുടിക്കാൻ, അതിലെ തിരികത്തിക്കാൻ. എന്തിനേറെ പ്രിയമുള്ളവരെ, ഖബറിന്റെ അടുത്തൊക്കെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല എന്നും സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറയുന്ന ജാറങ്ങൾ വരെയുള്ള നാടായി നമ്മളുടെ മണ്ണ് മാറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 11-ാം തീയതിയിലെ, ഈ മാസം ഏപ്രിൽ 11-ാം തീയതിയിലെ നേർക്കുനേരെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് മുനമ്പത്ത് ബീവിചാരത്തിന്റെ അവസ്ഥയാണ് നിങ്ങളോട് പറഞ്ഞേ. ആണുങ്ങൾക്ക് പ്രവേശനമില്ല, പെണ്ണുങ്ങൾക്ക് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. പക്ഷെ ഇതിനുള്ളില് ഈ വക ഒഴിച്ചലും വെളിച്ചെണ്ണ കൊടുക്കാൻ രണ്ട് കാക്കന്മാരെ നിൽക്കുന്നുണ്ട്. ഒരു ഉസ്താദ് വേഷമൊക്കെ ധരിച്ച രണ്ടാൾക്കാരെ, അവർ രണ്ടുപേര് മാത്രം ആണുങ്ങളാണ്. അവരോട് ഞാൻ നേർക്കുനേരെ ചോദിച്ചപ്പോ അവർ പറഞ്ഞാൽ, ഞങ്ങള് ഇവിടുത്തെ ജോലിക്കാർ മാത്രമേ നിൽക്കുള്ളൂ, വേറെ ആളുകൾ കയറാൻ പാടില്ല എന്ന് പറയേണ്ടായി. ഞാൻ പറഞ്ഞതെന്നറിയോ, നമ്മളിത് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കുറൊക്കെ നമ്മൾ അതിന് മാറി 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 കടന്നു വന്നതാണ്. 313 ബദരീങ്ങളുടെ പേര് പറഞ്ഞ് കച്ചവടം ചെയ്തിട്ട് ഇന്ന് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരാളാണെന്ന് പറയുന്ന തലത്തിലേക്ക് വരെ ഉമ്മമാര് മാറുന്ന അവസ്ഥകളിലേക്ക് ചിന്തകളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇടപെടലുകൾ വിജയിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുക, ആരോടും ജയിക്കാനും തോൽപ്പിച്ച് കാണിക്കാനും ഒന്നുമില്ലല്ലോ. നമ്മളുടെ ഖബറിന് വേണ്ടി നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, എവിടെയാണ് ഉമ്മത്ത് മുസ്ലിമ തൗഹീദിൽ നിന്ന് ഇങ്ങനെ തെന്നിപ്പോയ സാഹചര്യങ്ങൾ എവിടെന്നറിയോ? അവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പൂർത്തീകരിച്ച ഇസ്ലാം. നമ്മളുടെ വക ഏതൊരു ആചാരങ്ങൾ നമ്മൾ അതിൽ തിരികെ കയറ്റിയോ അവിടെയാണ് അള്ളാഹുവിന്റെ തൗഹീദിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയത്. ഒരൊറ്റ കാര്യം ഞാൻ തീർത്തു പറയാൻ, അന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച ഇസ്ലാം നമ്മളിൽ ആര് സ്വീകരിച്ചോ അവിടെ നമുക്ക് ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാവില്ല. ആ ദീനിൽ നമ്മൾ എവിടെ പുതിയതിനെ കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെയാണ് റബ്ബില്ലാത്തവരെ ആരാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നത്. അത് 5-ാമത്തെയും സൂറത്തുൽ മാഇദ 3-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാ ദുൽഹജ്ജ് 9-ന് അസ്ർ നമസ്കാര ശേഷം ലോകത്തിന്റെ പ്രവാചകൻ ഒട്ടകപ്പുറത്തിരിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത ആയത്ത് എന്താണ്? اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നേ ദിവസം ഇതാ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചുകൊണ്ട് തന്നിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേലെ പരിപൂർണമാക്കി തരുകയും ചെയ്തു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടുകൊണ്ട് നൽകിയെന്നാണ്. ആയത്തിറങ്ങുന്നത് ദുൽഹജ്ജ് 9-നാണ്. ആ ദുൽഹജ്ജും കടന്നു, മുഹറമും കടന്നു. സഫറിന്റെ അവസാനത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ രോഗം വരികയാണ്. റബീഉൽ അവ്വലിന്റെ ആദ്യത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഫാത്താകുന്നതിന്റെ 2-3 മാസങ്ങൾക്ക് മുമ്പ് അവതീർണമായ ആയത്തിലൂടെ അല്ലാഹു പറയാ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്ന, അഥവാ ആ മതത്തിലേക്ക് നമ്മളുടെ വക ഒന്നും എടുത്തു വെക്കാനില്ല. ആ മതത്തിൽ നിന്ന് ഒന്നിനെയും എടുത്തു കളയാനും നമുക്കാർക്കും അധികാരമില്ല. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ് ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. എവിടെയാണ് പറഞ്ഞത്? അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബിലാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യരാണ് രേഖപ്പെടുത്തുന്നത്. പേജ് നമ്പർ 49 മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും മതത്തിലൂടെ പുതിയൊരു ആചാരത്തെ കൊണ്ടുവന്നാൽ അതിനെ അവൻ നല്ലതല്ലോ എന്ന് കാണുക കൂടെ ചെയ്തു പോയാൽ, പ്രിയമുള്ളവരെ, ഈ ഓമന പേരിലെ പല പുത്തനാചാരങ്ങൾക്കും നമ്മൾ പറയാറുള്ളത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഇന്നതുണ്ടായിരുന്നു. ഏത് സഹാബിയാണ് ഇന്ന ആചാരങ്ങളെ കൊണ്ട് നടന്നത് എന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയുന്ന മറുപടി ഉണ്ട്, അതങ്ങനെയാണെങ്കിലും അത് നല്ല പുത്തനാചാരമാ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നുവെങ്കിൽ അവൻ വാദിക്കുന്ന വാദം എന്താണെന്നറിയോ? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാന ഫി റിസാല, അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ ദൗത്യത്തിലൂടെ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിച്ചിരിക്കുന്നത്. നഊദു ബില്ലാഹ്,
അള്ളാഹുവിന്റെ റസൂലിനെ വഞ്ചകനെന്നവൻ വാദിച്ചിരിക്കുന്നു. കാരണമെന്ത്? കാരണം അള്ളാഹു പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഇതാ അള്ളാഹു ദീനിനെ പൂർത്തീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അഥവാ നമ്മൾ പറയാണ് പ്രിയമുള്ളവര്, ഒരു റബീഉൽ അവ്വൽ 12 ആഘോഷങ്ങളെ കൊണ്ടുവരുമ്പോ, ഒരു ജീലാനി ദിനങ്ങളെ കൊണ്ടുവരുമ്പോ, ഒരു ഉറൂസ് മഹാനാങ്ങളെ കൊണ്ടുവരുമ്പോ, അതിനുള്ള കൊടിയേറ്റങ്ങൾ നടത്തുമ്പോ നമ്മൾ പറയുന്ന ഓമന പേരെന്താണെന്നറിയോ? അത് നല്ല പുത്തൻ ആധാരമല്ലേ എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹു പറയാണ്, മതമായി ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടല്ലാതെ ഇല്ല. നമ്മൾ പറയുന്ന റസൂലേ എല്ലാ നല്ല കാര്യങ്ങളും താങ്കൾ പറഞ്ഞപ്പോ റബീഉൽ അവ്വൽ 12 അങ്ങ് പറഞ്ഞു തന്നില്ലയോ? ജീലാനി ദിനം അങ്ങ് പഠിപ്പിച്ചു തന്നില്ലല്ലോ? ഉറൂസ് നടത്താൻ അങ്ങ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ? അത് ദീനിൽ നല്ലതാണെന്ന് വാദിക്കുമ്പോ അത് പറയാതെ റസൂലുള്ള ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് വാദിക്കുന്നത് എന്ന് ഞങ്ങളുടെ വാദമല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണെങ്കിലോ അടുത്ത വാക്ക് അടിവരയിട്ട് വെച്ചോ, പറയിട്ടാളിന്റെ മുഴുവൻ ജനങ്ങളോടോ നെഞ്ചിലൂടെ കുത്തിവെക്കേണ്ട വാക്കാണ്. സമാഹാലം യകുൽ യൗമഇദിൻ ദീനാ ഫലാ യകൂൽ യൗമ ദീനാ. ആകയാൽ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലൂടെ മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലോ ചാടിക്കളിക്കുന്ന ഷാദുലി റാത്തിബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളിലോ ആയുധമെടുത്ത് ശരീരത്തിലൂടെ പ്രഹരിക്കുന്ന കുത്തറാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലാണ് ബദറുണ്ടായതെങ്കിലോ പിന്നീട് അവിടെ നിന്ന് വിട പറയുന്ന കാലഘട്ടങ്ങൾ വരെ 8ഓളം വരുന്ന റമദാനിന്റെ 17 കടന്നു പോയപ്പോ അന്ന് ബദരീങ്ങളുടെ ആണ്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് റബീഉൽ ആഖിറുകൾ കടന്നുപോയി ജീലാനി ജനങ്ങളില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ അക്കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നിട്ടോ ഒരാളുടെ പോലും ഖബറിനെ ചാണമാക്കി മാറ്റിയിട്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. ഒരാളുടെ ഖബറിനെ പോലും ഒരു ഉറൂസ് നടത്തിയിട്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലോ അവിടുത്തെ ഉമ്മമാര് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നുള്ളതൊക്കെ ഇന്ന് ദീനാണ്, അന്നില്ലാത്തത് ഇന്നും ദീനായി മാറാൻ പാടില്ല. നോക്കേ, ആരാ പറഞ്ഞേ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന് ദീനല്ലാത്തത് ഇന്ന് ദീനല്ല എന്നുള്ളതാണ്. ഞാൻ എന്റെ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു, അന്ന് ജീലാനിതനല്ലെങ്കിൽ ഇന്നും ജീലാനിതനല്ല. അങ്ങനെ നിങ്ങൾ പറയാ. കാരണം ജീലാനി റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് ഹിജറ 500 ശേഷം കടന്നു വന്ന ഒരാളല്ലേ. അപ്പൊ അതെങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ പള്ളിയിലെ ജീലാനി ദിനത്തിന് ഓതണ മൗലൂദിൽ പറയുന്ന കുറച്ച് വരികളുണ്ട്. നിങ്ങൾ അതുണ്ടോ ഇല്ലെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് മതി. ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്നറിയോ? ജീലാനി ദിനം ആഘോഷിക്കുന്നിടത്ത് ഫോൾട്ട് ഉണ്ട്. കാരണം റബീഉൽ അവ്വൽ നബിദിനം നമ്മൾ പറയാം, നബി ജനിച്ച ദിവസമാണെന്ന് പറയാം. ആയിക്കോട്ടെ, റബീഉൽ അത് തന്നെ നിങ്ങൾ പള്ളിയിൽ പോയി പുസ്തകത്തിനോട് ചോദിച്ചോക്ക്. മൗലിദ് കിതാബിലെ 5ാമത്തെ പേജ്. നമ്മുടെ സാധാരണ കുറെ മൗലിദ് കിതാബുണ്ട്. 15 വക 33 66 111 115 222 333 444 അങ്ങനെ പോയി 1711 2222 3333 4334 അങ്ങനെ ഏറ്റവും പുതിയതും വലിയതുമായ 7777 വക. ഇതൊക്കെ ആരുടെ വകയെന്ന് അന്വേഷിച്ചാൽ അവരന്ന് മുജൈദോ അങ്ങനെ മൗലിദ് കിതാബുകളുണ്ട്. അതിൽ നമ്മുടെ വീടുകൾ സാധാരണ പള്ളികളിലുള്ള 115 വക മൗലിദ് കിതാബാണ് പള്ളികളിലൊക്കെ ഉണ്ടാവുക. അതിൽ 5ാമത്തെ പേജ് താഴ്ന്ന മേലേക്ക് 3ാമത്തെ ലൈൻ വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി വഫീ ശഹ്രിഹാ വഫീ യൗമിഹാ മിനൽ ഉലമാഇ താരിഖിൽ മർവിയ. റസൂലുള്ള ജനിച്ച ദിവസത്തിലും മാസത്തിലും വർഷത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓക്കെ, റബീഉൽ അവ്വൽ നബി ജനിച്ചതാണെന്ന് പറഞ്ഞിട്ട് നബിദിന ആഘോഷം. റബീഉൽ ആഖിർ വന്നപ്പോ ജീലാനി വന്നപ്പോ സാധാരണക്കാരൊക്കെ വിചാരിച്ചത് ജീലാനി ജനിച്ചതാണെന്ന്. അല്ലാട്ടോ, അത് ജീലാനി മരിച്ചതാണ്. എന്താ ജീലാനി ജനിച്ച ദിവസം ജീലാനി ദിനം ആഘോഷിക്കാത്ത? അത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്ങളാണ്ടുണ്ട്. 12 മാസത്തെ സ്കെച്ച് വളരെ കറക്റ്റാണ്. നബിദിനം, ജീലാനി ദിനം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട്, റിഫായ് ഷെയ്ഖിന്റെ ആണ്ട്, ഇങ്ങനെ പോവാണ്. 12 മാസത്തെ ആ കണക്ക് ഇങ്ങനെ പോവാണ്. ഇനി ഇതിൽ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം, റബീഉൽ അവ്വൽ മാസത്തിലെ പള്ളിയിലെ മങ്കൂസ് മൗലിദ് ഓതും. അപ്പൊ പറഞ്ഞു,
വകാന ഫീ സുൽബി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ മുന്തുകത്ത് മുഹമ്മദ് നബി ഉണ്ടായതുകൊണ്ട് ലഹബുഹ മുഹമ്മദ, ജ്വാല അവിടെ അണഞ്ഞുപോയി എന്നാണ് മങ്കുസ് മൗലിദ്. അടുത്ത മാസം വന്നു റബീഉൽ ആഖിർ വന്നപ്പോൾ പറഞ്ഞു കുൻതു മഅ ഇബ്രാഹിമ മുൽകം ബിനാരിഹി ഫമാ ഹബഅന നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബിയുടെ കൂടെ മുഹിയുദ്ദീൻ ശൈഖാകുന്ന ഞാനുണ്ടായിരുന്നു. ഞാനാണ് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയത്. തീ അവിടെ തണുത്തു പോകാനുള്ള കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, രണ്ടുമല്ല കുന്നാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മേലെ തണുപ്പും രക്ഷയുമാകണമെന്ന് ഞാനാണ് പറഞ്ഞതെന്നല്ലാഹ്. എന്താ തണുപ്പും രക്ഷയെന്ന് പറയാനുള്ള കാരണം? കിലോമീറ്ററുകൾ ഉയരങ്ങളിലൂടെ പറന്നു പോകുന്ന പക്ഷികള് ചിറക് കരിഞ്ഞ് വീഴുമാറ് ചൂടുള്ള നമൂദിന്റെ തീക്കുണ്ടാരം ഇബ്രാഹിം നബിയെ കരിച്ചു കളയാൻ ഒരുങ്ങുമ്പോ ബർദ, അതിനെ തണുപ്പാക്കണമെന്ന് പറഞ്ഞു. കൊടിയ തണുപ്പ് വന്നാൽ അതും മനുഷ്യന്റെ ജീവന ദോഷമാണ്. അതുകൊണ്ടല്ല പറഞ്ഞു വസ്സലാമ ബർദം വസ്സലാമ, സുരക്ഷിതമായ തണുപ്പാകണമെന്ന് പറഞ്ഞു. അല്ല പറഞ്ഞു. നമ്മള് മങ്കുസ് മൗലിദിലെ നിബിധനത്തിനോട് മുഹമ്മദ് നബിയാണ്. അടുത്ത മാസം വന്നല്ല മൊയ്തീൻ ശൈഖാൻ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു പടച്ചോനാൻ. അടുത്ത വാക്കെന്താണ്? റബീഉൽ അവ്വൽ മാസത്തിൽ പറഞ്ഞ മുഹമ്മദ് നബി നൂഹ് നബിയോട് ഇസ്തിആസ ചെയ്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. റബീഉൽ അവ്വൽ കഴിഞ്ഞ അടുത്ത മാസം റബീഉൽ ആഖിർ വന്നപ്പോഴോ അനകുന്തു മഅ നൂഹിൻ ബിആഇലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദറതി. നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയത് മൊയ്തീൻ ശൈഖാണ്. എന്റെ കുദറത്തിലാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് എന്നും അവിടുന്ന് മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ 23-ാം അധ്യായം 26, 27, 28 ആയത്തുകളിലൂടെ നൂഹിന്റെ കപ്പലിന്റെ കഥ പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, നീയും നിന്റെ ആളുകളും കപ്പലിലൂടെ ചൊവ്വായി കഴിയുമ്പോ, രക്ഷപ്പെട്ട് കഴിയുമ്പോ നീ പറയേണ്ട വാക്കെന്താണെന്നറിയോ? ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞു. അള്ളാന്റെ ഖുർആൻ വേണോ? നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? അപ്പോ നിങ്ങൾ ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയത് മൊയ്തീൻ ശൈഖ്, നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയത് മൊയ്തീൻ ശൈഖ്. തീർന്നിട്ടില്ല കേട്ടോ, തീർന്നിട്ടില്ല. അനകുന്തു മഅ ദാവൂദ കുന്തു മഅ സുലൈമാന കുന്തു മഅ അയ്യൂബ. എല്ലാ നബിമാരുടെ കൂടെ ആരുണ്ട്? മൊയ്തീൻ ശൈഖ് ഉണ്ട്. പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജ് പോകുമ്പോ എവിടം വരെ എത്തിയെന്ന് മനസ്സിലാക്കാനാണ്. അല്ലാഹു പഴച്ചു എന്ന് വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? മിഅ്റാജ് പോകുമ്പോ കോടി വൈദ്യ റസൂലുള്ളാഹി താഴേക്ക് വരുമ്പോ ഷോൾഡർ കാണിച്ചു കൊടുത്തത് മുഹീദ്ദീൻ ശൈഖ്. ഇന്ന് വരെ നിങ്ങൾ എഴുതി വെച്ചില്ലയോ? അതിന്റെ അനന്തരഫലമായിട്ടാണ് യജൂജ് നാട്ടെന്നും ബഹർ മോഹിത്തുന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഔലിയാക്കൾക്ക് തല കാണിച്ചു കൊടുക്കണ അതൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബീനെ മിഅ്റാജിൽ മൊയ്തീൻ ശൈഖ് രക്ഷിച്ചു. പക്ഷെ ഇതൊന്നും അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല, അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഇതിനേക്കാളും രസകരം എന്തെന്നറിയോ? എല്ലാ നബിമാരുടെ കാലത്തുണ്ട്. മുഹമ്മദ് നബീനെ രക്ഷിച്ചിട്ട് അടുത്ത വാക്കെന്നറിയോ? അല്ലാതെ കൊല്ലുന്ന ആളെന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവര് കൈ പീഡിപ്പൻ ഞാനെന്നോട്. അല്ലാതെ കൊല്ലുന്ന നാൾ ഞാൻ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കൈ ഞാൻ പിടിക്കുമെന്നാണ്. ആരാണ് ഹല്ലാദെന്നറിയോ? ഹല്ലാദുൽ മൻസൂർ. ഫിറൗനിന് ശേഷം ഞാനാണ് അല്ലാഹ്, ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞു വന്ന മനുഷ്യനാണ് ഹല്ലാദുൽ മൻസൂർ. നാട്ടുകാരെ തല്ലിക്കൊന്ന മനുഷ്യനാണ്. ഞാൻ അള്ളേൻ എന്ന് പറഞ്ഞ രണ്ടാൾക്കാരെയും വെളുപ്പിച്ചവരത് സമസ്തയുടെ കിതാബിൽ കാണുള്ളൂ. ഫിറൗനിനെ വരെ വെളുപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പേടിച്ച് പുറത്തേക്ക് വരാത്തത് ഈ സമസ്തയുടെ അംഗീകൃതമായ ത്വരീഖത്തിൽ ഒരു ത്വരീഖത്താണ് അക്ബരിയ ത്വരീഖത്ത്. അക്ബരിയ ത്വരീഖത്തിലെ ആധികാരിക ഗ്രന്ഥമാണ് ഫുസൂസുൽ ഹിക്കം എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിൽ പറയാണ് ഫിറഔൻ കാമിലായ മുഅ്മിനായിരുന്നു എന്നാണ്. മൂസാ നബിയുടെ ശത്രു ഫിറഔൻ ആയതുകൊണ്ട് ഫിറൗനിന്റെ മയ്യത്ത് മൂസാ നബി കുളിപ്പിക്കാത്തത് കൊണ്ടാണ് ഫിറഔനിനെ അല്ലാഹു മുക്കിക്കൊന്നതെന്നാണ്. ഫഖറജ ത്വാഹിറൻ മുതഖറ.
പരിശുദ്ധി നൽകപ്പെട്ടവനായി അള്ളാഹുവിലേക്ക് ഉയർന്ന ആളാണ് ഫിറൗൻ എന്ന് അക്ബരിയ ത്വരീഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കിതാബിന്റെ പേര് ഫുസ്സുൽ കന്നാൻ. നമ്മളെ പേടിച്ച് കുറേ സാധനം പുറത്തേക്ക് വരാത്തതുണ്ട്. എന്നാൽ പിന്നെ അള്ളാഹ് ഞാനാണ് അള്ളാഹ് എന്ന് വാദിച്ച ഒരാള് ഹല്ലാദുൽ മൻസൂറാൻ ആളെ മുഹീദ്ദീൻ മാലയിലും വിളിപ്പിച്ചെടുത്തു. ആ കൊന്നോന്റെ കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, അപ്പോ ഞാൻ പറഞ്ഞ വിഷയത്രയേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസുകളിലോ മൊയ്‌ദീൻ ശൈഖ് വന്ന് ഇങ്ങനെ ചെയ്തു, ഇബ്രാഹിം നബി രക്ഷിച്ചു, മുഹമ്മദ് നബി രക്ഷിച്ചു, ഞാൻ മിഅ്റാജിന് താഴെ വീഴുമ്പോ എന്നെ താങ്ങിയത്, ഇതൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാലത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം മുഹമ്മദ് നബിക്ക് ശേഷം ഞാൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ അതൊരു വൈരുദ്ധ്യല്ലേ? സാധാരണക്കാരന് സത്യത്തില് ഇതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ്. കാരണം എന്താ അറിയോ, നമ്മളിവിടെ കുട്ടിക്കാലം മുതലേ നല്ല ബഹുമാനത്തിലും ആദരവിലും ഒക്കെ മൗലൂദ് ഓതാൻ പോയിരിക്കുമ്പോ ഈ ബദർ മങ്കുസ് മൗലിദിന്റെ രണ്ടാമത്തെ ഹിക്കായത്തിലെ വഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹിക്കായത്ത് വായിക്കുമ്പോ പള്ളിയിൽ ഇരിക്കുന്നവരൊക്കെ പറയും റളിയല്ലാഹു അൻഹു. കാരണം ഉസ്മാൻ ഹുവൈരിസി ഒക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും അത് സ്വഹാബി തന്നെയാണെന്നാണ്. നമുക്കറിയാം അമ്പലത്തിലെ പൂജാരിന്റെ പേരാണ് ഉസ്മാൻ ഇബ്നു ഹുവൈരിസി. അപ്പോ ആൾക്കാർ ഇതൊക്കെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാന്നല്ലാതെ സാധാരണക്കാരത് മനസ്സിലാവാത്തോണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ മതത്തിൽ വന്ന പുതിയ പുതിയ ആചാരങ്ങളിലൂടെയാണ് ശിർക്ക് സമൂഹത്തിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കൽ കടന്നു വന്നത്. ഞാൻ പറയുന്നത് അടിവരയിട്ട് നിങ്ങൾ വെച്ചോ, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ഇബാദത്തിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് കാണാൻ പറ്റുമോ? പ്രവാചകന്റെ കാലഘട്ടത്തിലല്ലേ നമ്മൾ കുറെ പുതിയത് കൊണ്ടുവന്നു അല്ലേ? മങ്കുസ് മൗലിദ്, ഇങ്ങനെ മൗലിദുകൾ കൊണ്ടുവന്നു, ഹദ്ദാദ് റാത്തീബ് മൗലിദുകൾ, അതുപോലെ തന്നെ മജ്ലിസുൻ നൂർ, മഹദറത്തുൽ ബദരിയ, ആണ്ട്, ഉറൂസ്, ഖുത്താ റാത്തീബ്, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നു. പുതിയത് ഒരു 30 വർഷം മുമ്പ് പരിചയമില്ലാത്ത ഏതൊക്കെ ആചാരങ്ങളാണ് 30 കൊല്ലത്തിന് മുമ്പ് കടന്നു വന്നത്. അപ്പൊ നമ്മൾ വാദിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, അമലു സാലിഹാത്താൻ. ഞാൻ ഈ നാട്ടുകാരോട് പറയാൻ, നിങ്ങളുടെ ഒരു വാദത്തിന് വേണ്ടി അത് നല്ലത് എന്ന് സമ്മതിച്ചു തരാം. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് നമ്മളൊക്കെ ഹാജരാവാൻ ഈ അമലു സാലിഹാത്തിന്റെ ഏടുകളൊക്കെ കൊണ്ട് ഹാജരാകുമ്പോ നമ്മളുടെ കയ്യിലെ അമലു സാലിഹാത്തായിട്ട് മങ്കുസ് മൗലിദുണ്ട്, മജ്ലിസുൻ നൂറുണ്ട്, മഹദറത്തുൽ ബദരിയുണ്ട്, ഹദ്ദാദുണ്ട്, റാത്തീബുണ്ട്, ഉറൂസുണ്ട്, ജീലാനിതരങ്ങളുണ്ട്, നിബിധനങ്ങളുണ്ട്, അങ്ങനെ കുറെ അഭ്യാസങ്ങളൊക്കെ ആയിട്ട് നന്മയുടെ വലിയ ഏടുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പരലോകത്ത് പോയിക്കാൻ. മറുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അവരുടെ കയ്യിലുള്ള ഏടിലെ ഖുത്റാത്തീബ് കാണാനില്ല, മജ്ലിസുൻ നൂർ കാണാനില്ല, ഹദ്ദാദ് കാണാനില്ല. അവരുടെ ഏടുകളിലൊക്കെ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, ഫർളുകളുണ്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടിയതുണ്ട്, സ്വതക്കകളുണ്ട്, വഖഫുകളുണ്ട്, രാത്രി നമസ്കാരങ്ങളുണ്ട്, റവാത്തിബ് തഹജ്ജുദ് വിതർ നമസ്കാരങ്ങളുണ്ട്, രോഗസന്ദർശനങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് അമലു സ്വാലിഹാത്തായിട്ട് അവർ നിൽക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്ന നബിയെ, അതെന്താ വേഗരക്കാരുടെ ഏടിലെ, തറയിട്ടാലുകാരുടെ ഏടിലൊക്കെ ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ടല്ലോ, അതെന്താ നബി നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാതിരുന്നത്? അത് അബൂബക്കർ, ഉമറെ, നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തോണ്ടാണ്. വേങ്ങരക്കാർക്ക് മാത്രം മനസ്സിലായിട്ടുള്ള പ്രത്യേക അമലു സ്വാലിഹാത്തുകളാണ് എന്ന് പറയുന്ന ഒരു ഗതികേട് അള്ളാഹുവിന്റെ ദീനിന് ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അന്ന് എന്താണോ ദീന്? മുത്തുനബി 10 ആളെ പറ്റി പറഞ്ഞില്ലേ സ്വർഗത്തിലെ? അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങി സഅദും സഈദും സുഹൈബി റുംതുൽ ഹാജും വാബി ഉബൈദത്തും വബിയോ ഫിന്നാശീൽ കറമി. അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം കൊണ്ട് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ 10ഓളം വരുന്ന സഹാബ, അവരേത് ആചാരങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ പോയോ, ഏത് അനുഷ്ഠാനങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ പോയോ, ആ പാതയെ അനുധാവനം ചെയ്ത് നമുക്കും കൂടെ ആ സ്വർഗത്തിലേക്ക്. ഇനി പുതിയതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞ ഉള്ളത് ചൊല്ലി തീർന്നിട്ടല്ലേ നമുക്ക് പുതിയതിന്റെ ആവശ്യം തന്നെ വരുന്നുള്ളൂ. ചൊല്ലിയാ തീരാത്ത അത്രമാത്രം ദിക്റുകളുണ്ട്. മുത്തനബിക്ക് വേണ്ടി എത്ര സ്വലാത്ത് ചൊല്ലിയാലും മതിവരാത്ത അത്രമാത്രം സ്വലാത്ത് നമുക്ക് ചൊല്ലാനുണ്ട്. ഇഷ്ടംപോലെ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ഇഷ്ടംപോലെ അമലു സ്വാലിഹാത്ത്. ഇതൊക്കെ ബാക്കി വെച്ചിട്ട്, ഇതൊക്കെ അവഗണിച്ചിട്ടാണ് നമ്മൾ പുതിയതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൗതുകപരമായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, സുന്നത്തുകൾ നിങ്ങളെടുത്ത് അല്ലാത്ത ആരോടും കാണൂല. ഇപ്പൊ നമ്മൾ ഇശാഇന്റെ ബാങ്ക് കേട്ടില്ലേ? ബാങ്കിൽ നിലക്കാതെ കേട്ട നാമമാരുടേതാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. റസൂലുള്ളാഹിന്റെ നാമം മുഴങ്ങിയ ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന ആരോടാണ്? അല്ലാഹുവിനോടാണ്. اللهم رب هذه الدعوة التامة والصلاة القائمة. അല്ലാഹുവേ, പരിപൂർണമായ വിളിയുടെ നാഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉന്നതമായ സ്ഥാനം നീ നൽകണേ അല്ലാഹ്. ആരോടാ പ്രാർത്ഥന? അല്ലാഹുവിനോടാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ റസൂലുള്ളാഹിന്റെ മദ്ഹും ചരിത്രമൊക്കെ പറഞ്ഞ ഒരു വാഴ നടന്നു വിചാരിക്കാം.
ആ വാദിന്റെ അവസാനം ആരോടെ പ്രാർത്ഥിക്കാം? അല്ലയോ പുന്നാഹാര നബിയേ, അവിടെ ഒരുപാട് മധു പറഞ്ഞും പാടിയുമുള്ള സദസ്സാണ്. ഇതിനെ വെറുതെ ആക്കല്ല നബിയേ. ആരൊക്കെ അരയാഭരണങ്ങളും ആളുകളെ പാദസരങ്ങൾ ഊരിത്തന്നവരുണ്ടോ എല്ലാം അങ്ങ് പരിഗണിക്കണേ നബിയേ. റസൂലുള്ളാഹിനോട് പറയാ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹത്താബങ്ങളെ കണ്ണച്ചുടുത്തങ്ങളെ, പാപികളാണ് നിങ്ങള്, ദോഷികളാണ് നിങ്ങള്. അള്ളാന്റെ നബിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ. എന്നിട്ട് നമ്മൾ പറയാം അത് പ്രാർത്ഥന എന്നല്ല, അതൊരു അപേക്ഷയാണ്. ഞാൻ ചോദിക്കട്ടെ, അപേക്ഷക്ക് ലോകത്ത് ആരെങ്കിലും ആമീൻ പറയോ? ഞാൻ എന്റെ മോനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി പോവാൻ ഞാനുണ്ട്, എന്റെ വൈഫുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ പ്രിൻസിപ്പലോട് പറയാണ് എന്റെ കുട്ടിയെ സ്കൂളിൽ ചേർത്താൻ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ എന്റെ വൈഫ് വലതുഭാഗത്തുനിന്ന് പറഞ്ഞു ആമീൻ. അപ്പൊ പ്രിൻസിപ്പൾ പറയും ഇപ്പൊ തന്നെ കുട്ടീനെ കൊണ്ടേക്കോ, ഇത് തലക്ക് സുഖമില്ലാത്തൊരു ഫാമിലിയാന്ന് പറയാം, അവിടെ ചേർക്കൂല. കൃഷിഭവനെന്ന് വിത്ത് കൊടുക്കേണ്ടി പറയുമ്പോ വാർഡ് മെമ്പറും 19 ആൾക്കാരും കൂടെ ഒരുമിച്ച് കൃഷിഭവനിൽ പോയിട്ട് എന്റെ വാർഡിലെ 100-200 ആൾക്ക് വിത്ത് വേണമെന്ന് അപേക്ഷിക്കുന്നു പറയുമ്പോൾ 50 ആൾക്കാർ ബാക്കുന്ന ജമാഅത്തായിട്ട് ആമീൻ. ആരും പറയില്ല, അപേക്ഷക്ക് ആമീൻ പറയില്ല, പ്രാർത്ഥനക്കാണ് ആമീൻ പറഞ്ഞത്. ആ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം സുന്നത്തുങ്ങൾ എടുത്തു, അതല്ലാത്തവരോട് പ്രാർത്ഥന കാണില്ല. ബിദ്അത്തില്ല. ഇപ്പൊ നമ്മൾ മുജാഹിദിനെ പറ്റി പറയും സ്വലാത്തില്ലാത്തവരാന്ന് പറയും. നമ്മൾ പറയുന്നത് മുത്തുനബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനാണ്. 2 ആരോപണം പറയും. ഇവര് റസൂലുള്ളാഹിനെ വെറും ഒരു സാധാരണ മനുഷ്യനാക്കുന്നവരാണ്. അതാക്കെ വല്ലാതെ നീട്ടിയിട്ട് പറയാ. നമ്മള് നാവുകൊണ്ട് നമ്മളത് പറയില്ല. ഒക്കെ കള്ളാരോപണങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് വെറും ഒരു സാധാരണ മനുഷ്യനെന്ന് ആര് പറഞ്ഞോ? അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താ. കാരണം അള്ളാഹുവിന്റെ ഹബീബ് വെറും ഒരു സാധാരണ മനുഷ്യനല്ല, ആകാശലോകമായി ബന്ധമുള്ള നബിയാണ്, വഹിയുള്ള നബിയാണ്, മുഅ്ജിസത്തുള്ള നബിയാണ്. ആ റസൂലുള്ളാഹിന്റെ വിയർപ്പിന് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ മുടിക്ക് ബറക്കത്തുണ്ട്. റസൂലുള്ളാഹിന്റെ മുടിക്ക് ബർക്കത്തുണ്ട്. പിന്നെ നിങ്ങൾ മുടിപ്പള്ളിനെ എതിർത്ത് അത് സാറേനെ കാണിച്ച് സൂറാനെ കെട്ടിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ്. ഒറിജിനൽ മുടിയാണോ ഞങ്ങളുടെ തബറുക്കെടുക്കണ്ടാവും, ഞങ്ങൾ മുന്നിലുണ്ടാവും. ഞങ്ങളുടെ മുത്തുനബീനെ നമ്മളല്ലാതെ ഇനി ആർക്കാ തബറുക്കെടുക്കണ്ടേ? അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. റസൂലുള്ളാഹിനെ സാധാരണ മനുഷ്യരാണ് നമ്മൾ പറയില്ല. മനുഷ്യ പ്രകൃതിയുണ്ട്, ഒരു മനുഷ്യർക്കും ഇല്ലാത്ത പ്രത്യേകത. ആകാശലോകമായി ബന്ധമുണ്ട്, വഹിയുണ്ട്. സ്വർഗീയ കവാടത്തിൽ ആദ്യമായി വന്ന് നിൽക്കുന്നത്, ആദ്യമായി സ്വർഗത്ത് പ്രവേശിക്കുന്നത്, അതിവേഗത്തിൽ സിറാത്ത് പാലം കടന്നു പോകുന്നത് ഒക്കെ നമ്മളുടെ നേതാവാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതൊക്കെ വെറുതെ ആൾക്കാർ ഇനി സ്വലാത്ത് എടുത്തൊക്കെ ആ സ്വലാത്ത് പോലും എന്തിനാ തൗഹീദാണ് അല്ലേ? നമ്മൾ എന്തിനാ മുത്തനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നേ? എന്തിനാ നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അള്ളാന്റെ ഹബീബിന് സ്ഥാനമല്ലേ? അള്ളാഹു എന്നോ വഹിയിറക്കിയതാണ്. റസൂലാണ് സ്വർഗത്തിൽ ആദ്യമായി വന്നിരിക്കണേ. റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസില് ഒരു കൊട്ടാരം അള്ളാഹു സ്വർഗത്തിൽ പണിത് കാത്തിരിക്കുന്നു നാം മുത്തനബിയെ. എന്നിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിയത് എന്തിനാണ്? നമുക്ക് ഗുണം കിട്ടാനാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണം അല്ലാഹു നമുക്ക് വേണ്ടി നൽകുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ എതിർത്ത് എന്തിനാണെന്നറിയോ? നമ്മൾ സ്വലാത്ത് ഇല്ലാത്തവരെന്ന് പറയുന്നത് എന്തിനുണ്ടെന്നറിയോ? ഇപ്പൊ ഞാനിവിടെ ഇത്ര നേരം സംസാരിക്കുന്നുണ്ടല്ലോ, ഈ സംസാരത്തിന്റെ ഇടയിൽ എനിക്ക് തോന്നുകയാണ് ഈ സദസ്സ് കൺട്രോൾ എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്ന് കണ്ടാൽ എന്താ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തത്? ഒന്ന് സ്വലാത്ത് ചൊല്ലിയേ. ഹബീബായ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ്, യാ മല്ലം യംലഇ ബത്ന ബിശ്ശൈർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ മല്ലം യൽബസിൽ ഹരീർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഞാനിവിടെ നിന്ന് പറയുമ്പോൾ സദസ്സ് ഇങ്ങനെ ആവശ്യമില്ലേ? നമ്മൾ ആലോചിക്കും ഇത് എന്താണ്? ഇത് സ്വലാത്താണ്. സ്വലാത്ത് എന്ന് പറഞ്ഞ ദുആയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മുത്തുനബിക്ക് നീ ഗുണവും രക്ഷയും ഏകനെന്നാണ്. ദുആയിൽ അതിര് കടക്കാൻ പാടില്ല, ദുആയിൽ അതിര് കടക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അലറി വിളിച്ചിട്ടില്ല. സ്വലാത്തിന് ആ മനോഭാവത്തിൽ ഇവിടെയും സ്വലാത്ത് ചൊല്ലും. ആ സ്വലാത്ത് കച്ചവടം നമ്മൾ നിൽക്കലില്ല. 2, ഈ പ്രസംഗത്തിനിടയിൽ എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കണം. ഞാൻ എന്താ പറയുക? ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തത് ഒരു 10 സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാനത് ഓണാക്കിയിട്ടിട്ട് ഞാൻ പോയി വെള്ളമൊക്കെ കുടിച്ചു വരാം. അതിന്റെ ഇടയിൽ ഇങ്ങനെ സല്ലല്ലാഹു, ആ പരിപാടിക്ക് നമ്മൾ നിൽക്കലില്ല. പറഞ്ഞു സ്വലാത്തില്ല ചൊരാൻ.
ഞാനിവിടെ തറയിട്ടാൽ വന്നിട്ട് പറഞ്ഞു, ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ട്, കസേരക്കും മൈക്കിനൊക്കെ ചെലവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലി പൈസ എന്ന് പോവാ. ഈ മൈക്ക് ഞാൻ അവിടെ ചെരിച്ചു വെച്ച് ഒരു ബക്കറ്റ് അവിടെ വെച്ച് കസേരട്ട് അവിടെ നിന്ന് പൈസ ഉള്ളവരൊക്കെ കയറി വരാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 500 നോട്ടുള്ളവരൊക്കെ ഒന്ന് ഫ്രണ്ടോട്ട് കയറി വരാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ പണിക്ക് നമ്മൾ നിൽക്കൂല, പറഞ്ഞു സ്വലാത്തില്ല ചൊരാൻ. പിന്നെ പ്രസംഗം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലി. സത്യത്തില് അവിടെ സ്വലാത്ത് അല്ലാത്തത് ആരാന്നറിയോ? ഉസ്താദുമാരാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, ഒന്ന് പരിശോധിച്ചാൽ മതി. വാഴ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലേ, മണിമുത്ത് മദീനയിലാണോ മന്ദാരച്ചെപ്പിൽ അഴകാണോ സല്ലല്ലാഹു അലാ ഓണാക്കലല്ലോ ആമീന ബീവി പൊന്നുമ്മ ആലത്തിൻ മുത്തേ സല്ലല്ലാഹു അലാ. ഈ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കില്ല. പിന്നെ ഇപ്പണ്ട് പുതിയൊരു സലാത്ത് ചവിട്ടിക്കയറ്റുന്ന പരിപാടി. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്ലിപ്പ് കൊണ്ടുവരും, അതിൽ നമ്മൾ എഴുതണം ഞങ്ങൾ ഇത്ര സ്വലാത്ത് ചൊല്ലി എഴുതി കൊടുക്കണം. ഈ 2010 ശേഷം നമ്മളിത് കാണാൻ തുടങ്ങിയത്. ഇപ്പൊ എന്റെ വീട്ടിലൊരു സ്ലിപ്പ് വന്നാൽ ഞാൻ അതിൽ എഴുതണം ഷാഫി ഹുസൈൻ 6214 സ്വലാത്ത്, എന്റെ ഉമ്മാന്റെ പേര് ഇത്ര സ്വലാത്ത്, വൈഫിന്റെ പേര് ഇത്ര സ്വലാത്ത്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് പള്ളിയിലോ ആ പറഞ്ഞ സെന്ററിലോ നമ്മൾ കൊടുത്താൽ ബായാർത്ഥങ്ങളോ കൂറത്തങ്ങളോ വന്നിട്ട് അത് മുഴുവൻ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യും, ചവിട്ടിക്കയറ്റി അയച്ചു കൊടുക്കുന്ന അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോ ഈ സ്വലാത്ത് ചവിട്ടിക്കയറ്റുന്ന പരിപാടി നമ്മൾ അതിനെ എതിർത്തു. നമ്മൾ പറഞ്ഞു തറയിട്ടാറിന്റെ ഉമ്മ വേങ്ങരയിലെ ഉമ്മ ചൊല്ലിക്കോ, മുത്തുനബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കോ. അത് പ്രവാചകനെത്തിക്കാൻ അല്ലാഹു മലായികത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വീടിന്റെ അകത്തലങ്ങളിലൂടെ ചൊല്ലിക്കോ, ചുണ്ടുകളെ തത്തിക്കളിക്കട്ടെ, സ്വലാത്തിനാൽ തത്തിക്കളിക്കട്ടെ. ഒരു വീഴ്ചയും അതിൽ വരുത്തണ്ട, സ്വലാത്തിൽ കുറവ് വരുത്തണ്ട. ഇതല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി എന്താ വിഷയം എന്നറിയോ? ഒറിജിനൽ സ്വലാത്ത് അത് നമ്മൾ അറിയണില്ലേ, അത് തൗഹീദ്. എന്തിനാ നമ്മളിങ്ങനെ സ്വലാത്തിന്റെ തൗഹീദ് ഉറപ്പിക്കാനാ? മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ നബിയോട് തേടാനില്ല, ആ റസൂലുള്ളാഹിക്ക് വേണ്ടി അല്ലാഹുവോട് പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള നബിമാരുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അല്ലാഹുവോട് പറഞ്ഞോ അലൈഹിസ്സലാം. ലോകത്തിലെ ഏറ്റവും വലിയ സഹാബത്താണ്. വൈദിഷേഖിനെക്കാളും അമ്പലത്തെ തങ്ങളെക്കാളും സിയം മടവൂരിനെക്കാളും എത്രയോ മുകളിലാണ് റസൂലുള്ളാഹിന്റെ സഹാബ. അവരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞോ റളിയല്ലാഹു അൻഹും. അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അല്ലാഹുവോട്. മഹാന്മാരുടെ പേര് കേൾക്കുമ്പോഴും മുസ്ലിമേ റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്ക് വേണ്ടി അല്ലാഹുവോട് അവരോട് തേടാനില്ല. സ്വലാത്തും തൗഹീദ്. നമ്മള് ഇതിന്റെ വ്യത്യാസം എവിടെ നിന്നറിയോ? നിങ്ങൾ റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്ത് എടുക്കുക, കോഴിക്കോട് നിന്ന് പഠിപ്പിച്ച സ്വലാത്ത് കൊടുക്കുക. കോഴിക്കോട് നിന്ന് പഠിപ്പിച്ച സ്വലാത്ത് എടുക്കാൻ വളരെ സുഖമാണ്. താജു സ്വലാത്ത് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ഒരു സ്വലാത്തിന്റെ പേര് തന്നെ താജു സ്വലാത്താണ്. ആ പുസ്തകത്തിൽ 110ഓളം സ്വലാത്തുണ്ട്. ഓക്കെ, ഒരു ഭാഗത്ത് ഖുർആൻ ആയത്തിറങ്ങി റസൂലുള്ളാഹിന്റെ അടുക്കൽ സഹാബത്ത് വന്ന് പറഞ്ഞ സ്വലാത്ത്. അത് ഞാൻ പറഞ്ഞുതരാം. അല്ലേ, നമുക്ക് എന്താ പ്രശ്നം എന്നറിയോ? ഈ സ്വലാത്ത് ഏതാ നമുക്കറിയില്ല. വേങ്ങരയിലെ തറയിട്ടാലിലെ ഒരു സാധാരണക്കാരന്റെ അടുത്ത് വന്ന് നമ്മൾ ചോദിക്കാൻ മുത്തുനബിക്ക് വേണ്ടി എങ്ങനെയാ സ്വലാത്ത് ചൊല്ലേണ്ടേ? നമ്മൾ പറയും അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ തം. അല്ല മോനെ, സ്വലാത്തല്ലടാ, ഈജിപ്തിൽ നിന്ന് വന്നതല്ലേ, മുത്തുനബിയുടെ നാവോണ്ട് പഠിപ്പിച്ച ഒരു സ്വലാത്തില്ലേ, അതേത് അങ്ങനെ ഒരു സ്വലാത്ത്? നമ്മുടെ അത്തഹിയ്യാത്തിൽ ചൊല്ലണ സ്വലാത്തില്ലേ? അപ്പൊ എവിടെ നിന്ന് ചൊല്ലണം എന്നറിയോ? അത്തഹിയ്യാത്തിൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തുലില്ല. അവിടെ നിന്ന് ഇങ്ങനെ ചൊല്ലി വരുമ്പോ കിട്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അത് സ്വലാത്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് ഖുർആനിൽ. ഞാൻ പറയട്ടെ, ഖുർആനിൽ ഒരു ആയത്തിറങ്ങുക, ആ ആയത്തുമായി ബന്ധപ്പെട്ട് മുത്തുനബി ഒരു സ്വലാത്ത് പഠിപ്പിക്കുക, അതിനേക്കാളും പുണ്യമുള്ള ഒരു സ്വലാത്ത് ഇനി ആർക്കെങ്കിലും പഠിപ്പിച്ചു തരാൻ പറ്റുമോ? എന്തേ ആ സ്വലാത്ത് നമ്മൾ ചൊല്ലാത്തെ? ഖുർആനിലെ മനോഹരമായ ആയത്തല്ലേ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു മുത്തുനബിക്ക് വേണ്ടി ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. വിശ്വാസികളെ ധാരാളമായി സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണേ. ഖുർആനിലെ ആയത്തിറങ്ങി, സഹാബത്തോടി വന്നു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നു, നബിയേ
അങ്ങയോട് എങ്ങനെയാണ് സലാത്ത് ചൊല്ലാനുള്ളത് നബിയെ? സലാം പറയാൻ അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. കൈഫ നസല്ലു അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാ സലാത്ത് ചൊല്ലാനുള്ളത്? റിസാലത്തിന്റെ പൂച്ചുണ്ടുകൾ ചലിക്കുകയാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാഹ്, അവിടുത്തെ കുടുംബത്തിന് നീ ഗുണം ചെയ്യണേ അല്ലാഹ്. ഇബ്രാഹിം നബിക്കും കുടുംബത്തിന് നീ ഗുണം ചെയ്ത പോലെ വീണ്ടും അല്ലാഹുവോട് പറയുന്നുണ്ടല്ലോ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്ത പോലെ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനോ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മുഹമ്മദ് നബിക്ക് വേണ്ടി അല്ലാഹുവോട് തേടാനാ, റസൂലുള്ളാഹിനോട് തേടാനല്ല. കണ്ടോ, അത് ഒറിജിനൽ സ്വലാത്താണ്. ഇനി കോഴിക്കോട് നിന്ന് പഠിപ്പിച്ച സ്വലാത്ത് ഏതാ? എന്റെ കൈക്കൊന്ന് പിടിക്കണോ, എന്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയിട്ടുണ്ട്. എന്നെ ഒന്ന് സ്വീകരിക്കണേ നബിയേ. റസൂല് പഠിപ്പിച്ചതിൽ അല്ലാഹുവോട് നബിക്ക് വേണ്ടി, കോഴിക്കോട് നിന്ന് പഠിപ്പിച്ചതിൽ നമുക്ക് വേണ്ടി നബിയോട്. ഏതാണ്? റസൂലുള്ള പറഞ്ഞത് തൗഹീദാണ്, കോഴിക്കോട് നിന്ന് പഠിപ്പിച്ചത് ശിർക്കാണ്. ഏതാ വേണ്ടി നമ്മൾ സ്വീകരിക്കുക? ഞാൻ പറഞ്ഞ സുന്നത്ത് നിങ്ങൾ ഏതെടുത്ത തൗഹീദ് അല്ലാതെ കാണൂല. ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ സുന്നി മുജാഹിദ് ജമാഅത്ത് തർക്കം വേണ്ട. അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ കയറി എന്ന് വിചാരിച്ചോ, കൈകെട്ടി നമ്മൾ എന്താ പറയാ? അല്ലാഹു അക്ബർ. സമസ്ത പറയാ അല്ലാഹു അക്ബർ, സലഫി പറയാ അല്ലാഹു അക്ബർ, ജമാഅത്തുകാരൻ പറയാ അല്ലാഹു അക്ബർ, തബ്ലീഗുകാരൻ പറയാ അല്ലാഹു അക്ബർ. എന്നിട്ട് ദുആഉൽ ഇഫ്തിതാഹ് അല്ലാഹുമ്മ ബഅഇദ് ബൈനി എന്നുള്ള ദുആയാവട്ടെ, ഹനഫി മദ്ഹബുകാരന്റെ സനാ ആവട്ടെ, ഇനി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബുകാരൊക്കെ ഭൂരിപക്ഷം ചെല്ലുന്ന ദുആഉൽ ഇഫ്തിതാഹ് അതാണ്. എന്താ അല്ലാഹുവോട് പറയണേ? പടച്ചോനെ, നിന്നേക്ക് മുന്നിട്ടിരിക്കുന്നല്ല. ഇന്ന സ്വലാത്തി വനുസുഖി, എന്റെ നമസ്കാരമില്ലയോ, വനുസുഖി എന്റെ ബലികർമ്മങ്ങളില്ലയോ, എന്റെ മറ്റാരാധനകളില്ലയോ, വമഹ്യായ വമമാതി എന്റെ ജീവിതമില്ലയോ, മരണമില്ലയോ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അത് ഹദീസാണ്, ദീനാണ്. എന്റെ നമസ്കാരം അല്ലാഹ്, എന്റെ ബലികർമ്മങ്ങൾ മൊയ്‌ദി ശൈഖിന്റെ പോത്തില്ല, മമ്പുറത്ത് ആടില്ല. ഓക്കെ, നിങ്ങളൊക്കെ അവിടുന്ന് മൊയ്‌ദി ശൈഖിന്റെ കോഴിയില്ല, ബദരീങ്ങളുടെ പോത്തില്ല. ഒക്കെ അല്ലാഹുവോട് പറഞ്ഞു, പടച്ചോനെ, ബലികർമ്മം നിനക്കാണ്, നിനക്കാണ്. എന്റെ ജീവിതം, എന്റെ മരണം അല്ലാഹ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അല്ലാഹു ശൈത്താന്റെ ശർറിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇശാ നിസ്കാരത്തിലൊക്കെ നമ്മളത് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ മജ്‌ലിസുൻ നൂറുണ്ട്, ഒന്ന് മാറ്റി പിടിച്ചു. നിസ്കാരത്തിന്റെ ഇടയിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അല്ലാഹു ശൈത്താനിന്റെ ശർറിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു. മജ്‌ലിസിനോട് തുടങ്ങിയപ്പോഴോ ദാഹം ഔതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരല്ലവനാട്ടുവാൻ ബദരീങ്ങളാൽ ചൊന്ന റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മറുപടി എങ്കിലും നമ്മളൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി അല്ലേ? ഒരാൾ പറഞ്ഞു മരിക്കണ നേരത്തെ ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തന്നെ പഠിച്ചവനെ, മറ്റും പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോ നിങ്ങൾ ആലോചിക്കുക, മരിക്കണ നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേന്ന്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? സാക്ഷാൽ ബദറിന്റെ രണഭൂമിയിലെ പങ്കെടുത്ത ആളാണ് ഇബ്ലീസ്. ബദരീങ്ങളെ കണ്ടിട്ട് ഇബ്ലീസ് ഓടിയിട്ടില്ല. ഞാൻ ബദരീങ്ങൾ മോശക്കാരെന്നല്ല, സ്വഹാബത്തിനിടയിൽ ഉന്നത സ്ഥാനമുള്ളവരാണ് ബദരീങ്ങള്, അള്ളാന്റെ അടുക്കൽ സ്ഥാനമുള്ളവരാണ് ബദരീങ്ങള്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലായിക്കത്തുകൾക്ക് മലക്കുകളുടെ കൂട്ടത്തിൽ സ്ഥാനമുള്ളവരാണ്. അപ്പൊ ബദർ നിസ്സാരല്ല, ബദരീകൾ നിസ്സാരക്കാരല്ല. പക്ഷേ പഠിക്കേണ്ട വിഷയം പ്രമാണങ്ങളിലൂടെ പഠിക്കണം. ബദറിന്റെ രണഭൂമിയിൽ പങ്കെടുത്ത ആളാണ് ഇബ്ലീസ്. 300 ചില്ലാനം വരുന്ന സ്വഹാബത്തിനെ കണ്ട്, ശുഹദാക്കളെ കണ്ട് ഇബ്ലീസ് ഓടിയില്ല. പിന്നെ ഇബ്ലീസ് ഓടിയത് എപ്പോഴാണെന്നറിയോ? ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ ഇബ്ലീസ് പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്നാ. ഇബ്ലീസ് പേടിച്ച അല്ലാഹുവോട് ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കാം. ഇബ്ലീസ് പേടിച്ച അല്ലാഹുവോട് ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കാൻ. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്ത്
എന്റെ ഫോണിൽ ഫീഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെ മാലകളും ഏതൊക്കെ ബൈത്തുകളുണ്ടോ അതിലൊക്കെ ചോദിക്കുന്നുണ്ട്, മരിക്കണ നേരത്ത് അവരുടെ ഒക്കെ കാവൽ ചോദിക്കുന്നുണ്ട്. സത്യത്തില് ഒരു സമസ്തക്കാരൻ മരിക്കണ നേരത്ത് അവൻ തേടിയവരൊക്കെ സഹായിക്കാമെന്ന വീട്ടിൽ സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. കാരണം അത്രയും ആളുകളെ മരിക്കണ നേരത്ത് വിളിക്കുന്നുണ്ട്. ഇനി ഞങ്ങളോട് ഒന്നുകൂടെ പറയാൻ നോക്കി, അല്ല പറഞ്ഞു കാവൽ ചോദിക്കേണ്ടത്. ഇബ്ലീസ് പേടിച്ച അല്ലാഹുവിനോട് നിങ്ങൾ സൂറത്തുൻ നാസിലെ അതറിയാത്ത ഒരു സാധാരണക്കാർ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അതിലല്ല ആരോട് കാവൽ ചോദിച്ചിട്ട് നമ്മളോട് പഠിപ്പിച്ചേ, അതൊന്ന് ഹൃദയത്തിൽ തട്ടിപ്പടിച്ചൊക്കെ. മനുഷ്യ മനസ്സിൽ ദുർഗന്ധം നടത്തി പിന്മാറി കളയുന്ന ശൈത്താനിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടത് ആരോടാ? ജനങ്ങളുടെ രാജാധിരാജനായ, ജനങ്ങളുടെ ആരാധനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹ് സംശയത്തിന് എവിടെയാ ഒരു പഴുതല്ലേ? ദുർഗന്ധം നടത്തി പിന്മാറി കളയണോന്റെ ശർറിന് 3 സിഫത കൊടുത്ത് ജനങ്ങളുടെ ഇലാഹ്, ജനങ്ങളുടെ മലിക, ജനങ്ങളുടെ റബ്ബ് അവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവോട് നിങ്ങൾ കാവൽ ചോദിക്കുക. ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അപ്പോ ഏത് സുന്നത്തായ നിസ്കാരത്തിൽ അള്ളാന്റെ പേരിൽ ആരംഭിച്ചു നോക്കി, എല്ലാ പ്രാർത്ഥനകൾ അള്ളാനോടാണ്. ഫാത്തിയിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ നേർമാർഗത്തിലാക്കാൻ അള്ളാനോട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുത്തുബിയത്തിന് ചെല്ലുമ്പോഴാണ് മൊയ്‌ദീൻ ശൈഖിനോട് നേർമാർഗത്തിലാക്കാൻ ചോദിക്കണേ. സുന്നത്തിലെ വഴി പാളിയിട്ടില്ല. അത് ചോദിച്ച് 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 മനുഷ്യന്മാരെ വിട്ട് നബിമാരെ വിട്ട് ജിന്നുകൾ വരെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ അറിയോ? കുത്തുബിയത്ത് സാധാരണക്കാരങ്ങനെ പോയിരിക്കുള്ളൂ. അതിലാരോടൊക്കെ ഫാത്തിഹ ആർക്കൊക്കെ ബറക്കത്തിന് വേണ്ടി അയച്ചു കൊടുക്കണമെന്നറിയോ? മിനൽ ജിന്നി വൽ ഇൻസി ഖുബറാഇഹിം വറസായിഹിം, ജിന്നിലെ ഔലിയാക്കളെ നേതാക്കന്മാർ, ജിന്ന ഔലിയാക്കളെ അഹ്മർ വ തംറവാത്ത് വഹസലഹു മൈമൂർ ഹദലയാദിന സ്തലസൂഷ മൈമൂർ സന്നികോ ശതദസ്കൂഷ അബിദ ശംഹൂർ ഷദൗബിആ അല്ലദീന ആഹദുല്ലാഹു വ നബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ തശ്വിഷ് എന്നിങ്ങനെ പറഞ്ഞതാണ്. ഞാൻ ഇരുന്ന് പഠിച്ചതാ. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോ. 11 ജിന്ന ഔലിയാക്കൾക്കാണ് ഫാത്തിഹ അയച്ചു കൊടുക്കുക. അഹ്മർ, തംറയാത്ത്, ഹസ്തസ്ലഹൂഷ്, മൈമൂൻ, ഹദലയാത്ത്, നസ്തലസ്കൂഷ് മൈമൂൻ, സ്വൻഇക, ശതദസ്കൂഷ്, അബിയദ, ശംഹൂറഷ്, സൗബിഅ 11 ജിന്ന ഔലിയാക്കൾക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുക. ആരാ പഠിപ്പിച്ചേ? ഏത് വഹീന്റെ അടിസ്ഥാനത്തില്? അപ്പൊ സുന്നത്തിലല്ല പ്രശ്നം, ബിദ്അത്ത് കടന്നു വന്നപ്പോ അതിലൂടെയാണ് റബ്ബില്ലാത്തവരോട് തേടിയത്. പ്രിയമുള്ളവരൊരൊറ്റ മേഖല അത് മാത്രം വിശദീകരിക്കാൻ പറയാ. നിങ്ങൾ ഖുർആനും മാല മൗലിദും തമ്മിൽ എടുത്തോ. വിശുദ്ധ ഖുർആൻ ഇബാദത്തല്ലേ, പാരായണം ചെയ്യല്, ഒരു ഹർഫിന് 10 നന്മയില്ലേ, മുത്തനബി പഠിപ്പിച്ചതല്ലേ. ഈ വാക്ക് അണ്ടർലൈൻ ചെയ്തോ. ഏറ്റവും സ്വീകാര്യനായ ഉസ്താദിന്റെ കയ്യിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി കൊടുത്തിട്ട് പറയും, ഉസ്താദേ ഈ ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണല്ലോ. അതെ, ആ റസൂലുള്ളാഹിക്ക് മുമ്പ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഇവിടെ കടന്നു പോയിട്ടുണ്ടല്ലോ. ഉണ്ട്. ദേവിമാരും മഹാന്മാരും കടന്നു പോയിട്ടുണ്ടല്ലോ. ഉണ്ട്. എങ്കിൽ ഈ വിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകനോടോ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ടോ, ഏതെങ്കിലും ഒരു പ്രവാചകന് അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ടോ ഒരു പ്രാർത്ഥന, ഒന്ന് അധികം നമ്മൾ പറയണില്ല, ഏതെങ്കിലും ഒരു പ്രാർത്ഥന കാണിച്ചു തരാൻ കഴിയോ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. മുൻകഴിഞ്ഞ നബിമാരോടോ അവരുടെ ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ടോ അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ടോ ഒരു പ്രാർത്ഥന പോലും അല്ലാഹുവിന്റെ ഖുർആനിലില്ല. ഖുർആനിലുണ്ട്. സ്ക്വയർ ഫീറ്റ് കണക്ക് പേപ്പറുണ്ടോ? 160 വരുന്ന പ്രാർത്ഥന കാണാം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, റബ്ബി ഇബ്നി ഇൻദക ബൈതൻ ഫിൽ ജന്നാ വനജ്നി മിൻ ഫിർഔന വഅമലി വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്നിഉർ وأنت أرحم الراحمين قال رب انصرني بما كذبون سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار
ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഫാത്തിഹ, ബഖറ, ആലി ഇംറാൻ, നിസാ, മാഇദ, അൻആം, അറാഫ്, അൻഫാൽ, തൗബ, യൂനുസ്, യൂസുഫ്, ഇബ്രാഹിം, നീണ്ടു കിടക്കുന്ന ഖുർആനിന്റെ 114 അധ്യായങ്ങളിലോ മുൻകഴിഞ്ഞ പ്രവാചകനോട് അല്ലാഹു കൊടുത്ത കഴിവോണ്ടോ ഹഖ്ദാഹ് ബറക്കത്തോണ്ടോ ഈ പ്രാർത്ഥനയില്ല. ഇനി ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ കടന്നു വന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ ഭയപ്പെടുമ്പോ, കടക്കടിയിലൂടെ കുടുങ്ങുമ്പോ റബ്ബീ റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ ഒരു പ്രാർത്ഥന പോലും കാണാൻ സാധ്യമല്ല. അതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് ഇനി പ്രിയമുള്ളവരെ അതിന്റെ അപകടങ്ങളിലൂടെ മാലമൗലികളിലൂടെ കടന്നു വരുമ്പോ മഹാന്മാരെ മോശക്കാരാക്കുകയില്ല. മുഹിയദ്ദീൻ ശൈഖിന്റെ പേരിലാണോ തേടുന്നതെങ്കിലോ, പേരിലാണ് മൗലികളെങ്കിൽ തേട്ടം മുഹിയദ്ദീൻ ശൈഖിനോടാണ്. ആരാണ് മുഹിയദ്ദീൻ ശൈഖ് എന്നറിയോ നിങ്ങൾക്ക്? ആരാണ് മുഹിയദ്ദീൻ ശൈഖ് എന്നറിയോ? ചോദിക്കുന്ന നേർമാർഗം തരാൻ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാ, ഖബറിലെ അദാബുകളിൽ നിന്ന് വരെ രക്ഷ ചോദിക്കാ മുഹിയദ്ദീൻ ശൈഖിനോട് തേടുന്നവര് ആരാണ് ശൈഖ് എന്നറിയുമോ നിങ്ങൾക്ക്? അന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ പരമ്പരയിലൂടെ കടന്നു വന്ന ആളാണെങ്കിൽ യസീദിന്റെ ഭരണകാലഘട്ടങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പിതാവ് നാടുവിട്ട് കാസ്പിയൻ കടൽത്തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിലൂടെ താമസമാവുകയാണ്. അവിടെ വെച്ചുകൊണ്ടാണ് അബ്ദുൽ ഖാദർ ജീലാനി, സ്ഥലപ്പേരിനോട് ചേർത്തുകൊണ്ടാണ് ജീലാനി അബ്ദുൽ ഖാദർ ജീലാനി എന്ന് കുഞ്ഞു ജനിക്കുന്നത് എങ്കിലോ ചെറുപ്പത്തിലെ വാപ്പ മരിച്ച യതീമായ മകന് ഉമ്മയാണ് പാർസി ഭാഷയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നത് എങ്കിലോ 18 വയസ്സാകുമ്പോ ദീൻ പഠിക്കാനായി പറഞ്ഞു വിടുന്നത് എവിടേക്കാണെന്നറിയുമോ? 300 മൈലുകൾക്കപ്പുറമുള്ള ഇറാഖിന്റെ ബാഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിലോ അവിടെ പ്രധാനപ്പെട്ട ഉസ്താദുമാരിലൂടെ കാണാം അല്ലാമ യൂസുഫ് ബിൻ അയ്യൂബ് ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതനുണ്ടെങ്കിലോ ഖുർആനിലും ഹദീസിലും അറബി ഭാഷകളിലുമുള്ള പഠനം നടത്തിയിട്ട് 26ാമത്തെ വയസ്സിലൂടെ പഠനം പൂർത്തിയാക്കുമ്പോ ഉസ്താദ് പറയുന്നുണ്ട്, മോനെ ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലാണ്, അനാചാരങ്ങളിലാണ്, തൗഹീദിന്റെ ധ്വജവാഹകനായി മാറണമെന്ന് പറഞ്ഞപ്പോ വിവാഹം കഴിക്കാത്ത 26കാരൻ ഇറങ്ങുകയാ. കബലകളായ കബലകൾ മുഴുവൻ തൗഹീദിന്റെ പ്രഘോഷണങ്ങളെ തീർക്കുകയാണ്. ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നത് 52ാമത്തെ വയസ്സിലാ. അന്ന് നാട്ടുകാര് വിളിച്ച പേരാണ് മുഹിയദ്ദീൻ. 92ാമത്തെ വയസ്സിലാണ് വിവാഹം അദ്ദേഹം വിട പറയുന്നത്. അതിനിടയിൽ 4 വിവാഹമാണ് കഴിച്ചത്. 27ഓളം ആൺമക്കൾ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. റബീഉൽ ആഖിർ 11ന്റെ വൈകുന്നേരം മരണക്കിടക്കയിലൂടെ കിടക്കുമ്പോ മൂത്ത മകനും പണ്ഡിതനുമായ ശൈഖ് അബ്ദുൽ വഹാബ് ചോദിക്കുന്നുണ്ട്, വാപ്പാ എന്തെങ്കിലും ഒരു വസിയത്ത് നൽകുമോ എന്ന് ചോദിക്കുന്ന മോനെ ജീവിതത്തിൽ ആശ്രയം കാണാ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ലാഹനെ ഭയപ്പെടണേ, അല്ലാഹ്ക്കെതിരെ ആരെയും നീ ഭയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ അബ്ദുൽ ഖാദർ ജീലാനി നമുക്കറിയുമോ? നമ്മളതൊന്നും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കിതാബ് നമ്മള് ഫക്കീറിന്റെ കോലത്തിൽ ഗർഭത്തുനിന്ന് പുറത്തുചാടി വത്തക്ക ചോദിച്ച കഥ, വയനാട്ടിലെ പച്ചവേഷത്തിൽ കുതിരപ്പുറത്ത് വന്ന കഥ, ഇതൊക്കെ നമുക്ക് അറിയുള്ളൂ. അദ്ദേഹം പഠിച്ച പണ്ഡിതര. അദ്ദേഹത്തിന്റെ കിതാബുകൾ ഏതെന്നറിയോ? നമ്മൾ പറയും മൊഹീദ്ദീൻമാല, മൊഹീദ്ദീൻ കുത്തുബിയത്ത് മൊഹീദ്ദീൻമാല കോഴിക്കോട് നിന്നുണ്ടാക്കിയതാ. കുത്തുബിയത്ത് തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശി സുർഖത്തുല്ലാഹി കാഹിലി. അത് ജനിക്കണ തന്നെ 1040-ലാണ്. നിങ്ങൾക്കൊന്നും വേണ്ട. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ സൗദി അറേബ്യയിലൊക്കെ പോകുമ്പോ മക്കയിൽ ചെല്ലുമ്പോ ജരീർ പബ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ബുക്ക് സ്റ്റാളിൽ നിങ്ങൾ ചോദിക്കാറുണ്ട് മുഹിയദ്ദീൻമാല ഒരു കുത്തുബിയത്ത്, അവരിങ്ങനെ മേപ്പിട്ട് വെക്കും. പക്ഷെ നിങ്ങൾ ചോദിക്ക് അബ്ദുൽ ഖാദർ ജീലാനിയുടെ കിതാബുണ്ടോ? അവിടെ നിങ്ങൾക്ക് ഒരു ഫത്ഹുർ റബ്ബാനി, ഫത്ഹുൽ ഗൈബ്, മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന വലിയ താലിബീൻ. അതിന്റെ നമ്മുടെ പള്ളിയിൽ നമ്മളെ പഠിപ്പിക്കാതെ അത് പഠിപ്പിച്ചാൽ ഇവിടെ ഊതി വീർപ്പിച്ച സമസ്തവും അത് തകരും. ഒറിജിനൽ ഷെയ്ഖിന്റെ കിതാബ് അത് നമ്മളോട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ആ കിതാബുകളൊക്കെ മൂടി വെച്ച് നമ്മൾ ഈ ഉണ്ടാക്കിയ മാലയുടെ പിന്നാലൊക്കെ ഇങ്ങനെ ഓടിയതാൽ അത് മുഹിയദ്ദീൻ ഷെയ്ഖിനൊട്ട് അറിയില്ല. അവിടെ നിൽക്കട്ടെ. ഇനി ബദർ മൗലിദാണ്, ബദർ ബൈത്താണ്, തേട്ടന്മാരോട് ബദരീങ്ങളോടാണ്.
يا من به حل الردى وهمن بهم نكيدا كنا بهم مستنجدا يا أهل بدر الشهداء ആദിയുണ്ടോ വ്യാധിയുണ്ടോ ദുഃഖമുണ്ടോ വിഷമമുണ്ടോ വിളിച്ചോ ബദർ ശുഹദാക്കളെ എന്ന് ബദരീങ്ങളോട് തേടുമ്പോ ആരാ ബദരീങ്ങളെന്ന് മറന്നുപോയോ? എന്താണ് ബദറിന്റെ നൊമ്പരങ്ങളെന്ന് മറന്നുപോയോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. കഴിക്കാൻ ഭക്ഷണമില്ല, ഈത്തപ്പഴത്തിന്റെ മധുരമായി വെച്ച് നുകർന്ന പട്ടിണിക്കോലങ്ങളാണ് എങ്കിലോ തീമുള്ളവരെ മുന്നോട്ട് ചെയ്യാനും വരുന്ന സഹാബ 304 306 313 314 319 അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധി കാണുന്നുണ്ടെങ്കിലോ 300 ചില്ലാനം വരുന്ന സഹാബ ഒന്നുമില്ലാതെ റബ്ബിന്റെ മാർഗത്തിലൂടെ ഇറങ്ങിച്ചിരിക്കുമ്പോ പ്രിയമുള്ളവരെ എന്തിനാണ് ബദർ നടന്നതെന്നറിയാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലോ. ഇത് നിർഭയത്വത്തോടുകൂടി സകലമായ സഹാബത്തിനെയും അല്ലാഹു ഉറക്കിക്കിടച്ചുമ്പോ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ടാരോ ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാ. എന്തിനാ സഹാബത്തിനെ ഉറക്കിക്കിടത്തിയത് എന്നറിയോ? എങ്ങനെയാ മൂന്നിരട്ടി വരുന്ന ശത്രുസേനയോട് സുസജ്ജരായ സൈന്യത്തിനോട് ഭക്ഷണം കഴിച്ച് ആരോഗ്യവാന്മാരായി നിൽക്കുന്ന സൈന്യത്തോട് എങ്ങനെയായി പട്ടിണിക്കോലങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാ? അത് മൂന്നിരട്ടി വരുന്ന സേനയാണ് മുന്നിലുള്ളത് എങ്കിലോ അതിന്റെ ചിന്ത പോലും അവരുടെ മനസ്സുകളിലൂടെ കടന്നു വരാതെ അല്ലാഹു അവരെ ഉറക്കിക്കിടത്തിയുന്ന പക്ഷേ പ്രിയമുള്ളവരോ ബദറിന്റെ രണഭൂമിയിൽ മുച്ചനബി ഉറങ്ങണില്ല. ബദർ എന്തിനാണ് നടന്നതെന്ന് പഠിക്കാ. ബദർ ബൈത്തും ബദർ മാലയും ബദർ മൗലിദുമായി നടക്കുന്നവര് പഠിക്കണേ. ബദരീങ്ങളാരാണെന്ന് കക്ഷത്തിന്റെ വെള്ളഹീറമാണ്. ഇരുകരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങിക്കരഞ്ഞ കണ്ണോടോട് അല്ലാഹുവിന്റെ ഹബീബ് ചെയ്ത ദുആ എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ. പ്രിയമുള്ളവരെ, നെഞ്ചിന്റെ നേരെ കൈപിടിക്കുന്നവര് ഉയർത്തിപ്പിടിക്കുന്നവർ അന്ന് അല്ലാഹുവിന്റെ ഹബീബ് പിടിച്ചത് എങ്ങനെയാണെന്നറിയോ? കക്ഷത്തിന്റെ വെള്ളം ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. രണ്ട് കൈയും അല്ലാഹുവിനെ ഉയർത്തിപ്പിടിച്ച് പറയുന്നത് അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാരെ വിധവകളാകുമോ, മക്കളെ യതീമുകളാകുമോ, കൊച്ചു മദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്ന് പേടിയല്ല. നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. പ്രിയമുള്ളവരെ, അതിനാണ് ബദർ നടന്നതെങ്കിലോ എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടുംബങ്ങൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിൽ ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ ആ ബദരീങ്ങളോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാഹ് ജീവൻ കൊടുത്തതിന് ആദ്യമായി ഷഹീദായ ഉബൈദ കണങ്കാലിനെ വിട്ടുകൊണ്ട് താഴെ വീഴുമ്പോ നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന്റെ നേരെ വീണ്ടും വാളുകൊണ്ടാകെ വെക്കുമ്പോ കൈക്ക് വെട്ടേറ്റുകൊണ്ട് രക്തം ബദറിന്റെ രണഭൂമിയിലൂടെ തളർന്നില്ലുമ്പോ വാരിയെടുത്ത റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടച്ചുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല നബിയേ, ബദർ യുദ്ധക്കളം വിട്ട് പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ. അന്നിവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാൻ മോഹിച്ചവനാണ് ഞാനെങ്കിലോ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ മരിച്ച ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? പാതിരാവിലും പാതിവിരിയുന്ന പാരിതാരങ്ങള് അതിനേക്കാൾ സുന്ദരമായ പുഞ്ചിരി ലോകത്തുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാ സല്ലല്ലാഹു അലൈഹി വസല്ലമയെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ മുഖമെന്ന് പാടുകയാണ്.
അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് നിറയുകയാണ്. കൊഞ്ചം ബദർ ബദർ ശുഹദാ കളിയോ പെടുമേ തേനേ. എവിടെ കിടന്ന് മരിച്ചാലും നീ ഷഹീദാണ് ഉബൈദ. എന്തിനാ ശ്രോതാക്കൾ അവരുടെ കയ്യും കാലം കൊടുത്തത്? എന്തിനാ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ബദരീങ്ങൾ തേടിയത് ആരോടാണെന്നറിയോ? അവരിസ്തിആസ ചെയ്തത് ആരോടാണെന്നറിയോ? 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്ത്, ഇത് തസ്തഈസൂന റബ്ബക്കും, അവരുടെ രക്ഷിതാവായ അല്ലാഹ്, അണ്ഡഘടാഹങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ഡങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവരെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്, നമ്മുടെ ഹൃദയത്തിന്റെ താളം വെക്കുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങളെ. അതിന് നമ്മൾ തയ്യാറാവാം. മുത്തനബിയോട് തേടുന്നവരെ ഹബീബിന്റെ ത്യാഗത്തിന് ഒറ്റായത്ത് പഠിച്ച മതി. സൂറത്തുൽ ജിന്നിലെ 20-ാമത്തെ ആയത്തുണ്ട്, ഖുൽ ഇന്നമാ ജഊറത്തി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുന്ന റസൂലേ, അവരോട് പറഞ്ഞു കൊടുക്കുക. അതിനാ ബദറിന്റെ രണഭൂമിയിൽ ത്യാഗം അനുഭവിച്ച്, അതിനാ മക്കയുടെ മണൽ തട്ടുന്നത് മാപ്പിളപ്പാട്ടിന്റെ സാഹിത്യത്തിന് എഴുതിയതാണെങ്കിൽ കരിമ്പാറ നിബിഡമാണ് മക്ക. കരിമ്പാറ നിബിഡമാണ്. അവിടെ ആ റസൂലുള്ളാഹിനെ ചവിട്ടി പിടിച്ചത്, അവിടെ ആ പ്രവാചകനെ കാർക്കിച്ചു നിർത്തിയത്. ഫത്ഹായിന്റെ മലഞ്ചെരുവല, ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ചുട്ടുപൊള്ളുന്ന ആ പാറക്കെട്ടുകൾക്കിടയിൽ കമീസിന്റെ മറയില്ലാതെ മലർത്തിക്കിടത്തി നെഞ്ചിന്റെ മേലെ കരമേറിയ പാറക്കല്ല് വെച്ച ബിലാലിനെ വലിക്കുമ്പോ, എനിക്ക് ദാഹമുണ്ടെന്ന് പറയുമ്പോ കാർക്കിച്ചു തുപ്പിയ കപത്തിന്റെ തുള്ളികളെ കൊണ്ട് പരിഹസിക്കപ്പെടേണ്ടി വരുമ്പോ ആകാശഗോപുരങ്ങളിലേക്ക് വരൽ ചൂണ്ടി അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് ബിലാൽ പറഞ്ഞത് ആ പാറക്കൂട്ടത്തിനിടയിലായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ത്യാഗം ഇരുട്ടിന്റെ മറവിൽ പിറന്നു വീണ മണ്ണിൽ നാട്ടി ഓടിക്കുമ്പോ, കൽവാര്യത്തിന്റെ മണ്ണിൽ കണ്ണീരോട് യാത്ര പറയുമ്പോ, മക്കയോട് യാത്ര പറയുമ്പോ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കിയത് പിച്ച വെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പിറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട് ഹൃദയം പറിച്ചെടുത്ത വേദനയോടെ യാത്ര പറയുമ്പോ അങ്ങ് പറഞ്ഞില്ല, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്ക, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്. മന്റെ നാട്ടുകാരെന്ന് കരുതിയ ആ ഗോത്രക്കാര് താമസിക്കുന്ന ത്വായിഫുകാര് കല്ലെടുത്തെറിഞ്ഞപ്പോ, കൂക്ക് വിളിച്ചപ്പോ, രക്തം താഴെ വീണപ്പോ, ഒരു തുള്ളി ദാഹജലം തന്നില്ല എന്ന് പറഞ്ഞപ്പോ, എന്തിന്റെ പേരില ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മുത്തനബിയോട് ഇഷ്ടമുണ്ടോ? ആ മുത്തനബിയോട് സ്നേഹമുണ്ടോ? എങ്കിൽ നബിയോട് തേടാനല്ല, റസൂൽ പറഞ്ഞ അല്ലാഹ്, റസൂൽ പറഞ്ഞ അല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പഠിക്കുക. പല ആരോപണങ്ങൾ ഉണ്ടാവും. ദിക്റില്ല, സ്വലാത്തില്ല, പ്രാർത്ഥന ഇല്ലാത്തൊരു മുഅ്മിന്റെ വിശ്വാസിയുടെ ജീവിതത്തിലില്ല. യഥാർത്ഥ പ്രാർത്ഥന അറിയുന്നവർ മുജാഹിദിന്റെ മക്കളെ, ഞങ്ങളുടെ മദ്രസയിലെ 4-ാം ക്ലാസ്സിലെ മക്കളോട് ചോദിക്കുന്നത്, മോനെ വാപ്പ ഗൾഫ് പോകുമ്പോ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ആ കുട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ നിങ്ങളോട് കുറ്റം പറയാനില്ല. സമസ്ത മദ്രസ പഠിക്കണം 4-ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിക്കും, മോനെ വാപ്പ പോകുമ്പോ എങ്ങനെ ഗൾഫിൽ പോകുമ്പോ എങ്ങനെ ദുആ ചെയ്യാം? അവൻ പറയും, പള്ളിയിൽ ഉസ്താദിനെ വിളിച്ചുകൊണ്ടിരാം. നമ്മളതിലെ മാറ്റങ്ങളുണ്ട് പ്രിയമുള്ളവരെ. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരിച്ചോടത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ഖബറിന്റെ അവിടെ എങ്ങനെ ദുആ ചെയ്യണമെന്ന്, യാത്ര പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ജീവിതത്തിന്റെ ഓരോ മൊമെന്റിലെ ദുആ ഇസ്ലാമിലുണ്ട്. കച്ചവടങ്ങളെ ഇല്ലാത്തുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരുപാട് ദിക്റുകൾ ചൊല്ലാനുണ്ട്. ഹാ ഹൂ ഹി ഹയ്യ ഹി ഹം ലാല തുടങ്ങിയ ദിക്റുകൾ, മാജിക്കൽ ദിക്റുകളും നമുക്ക് വേണ്ട, ഉള്ള ധാരാളമുണ്ട്. പഠിക്കുക, പഠനവിധേയമാക്കുക, പരലോകത്തിന് ഓർക്കുക, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. തറയിട്ടാലിലെ ജനങ്ങളോടാണ്, വേങ്ങരയിലെ ജനങ്ങളോടാണ്, ഈ മണ്ണിന്റെ ജനങ്ങളോടാണ്. ഇതാരെയും മോശക്കാരാക്കി പറയാനല്ല, ആരെയും മികച്ച് സംസാരിക്കാൻ ഇവിടെ സംസാരിച്ചിട്ടില്ല. നിങ്ങൾക്ക് പഠനവിധേയമാക്കാം. അല്ലാഹുവിന്റെ വഹദാനിയത്ത് ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ എന്ന മനുഷ്യന്റെ കഴിവിന്റെ പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഒരു കാര്യം അടിവരയിട്ട് നിങ്ങളോട് പറയാൻ, അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്. അല്ലാഹുവേ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. നിന്റെ തൗഹീദിന്റെ ശബ്ദമില്ല, നിന്റെ പ്രമാണത്തിന്റെ ശബ്ദമില്ല. എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച ഇവിടുത്തെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമായി
പരിമിതമായ സമയത്തിനുള്ളിൽ നിന്ന് അല്ലാഹുവേ എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ റബ്ബേ. ഇനി നാട്ടുകാരെ നിങ്ങളുടെ ഊഴമാണ്. ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാം. മതത്തിൽ ബലാത്കാരമില്ല, സത്യമില്ല, അസത്യമില്ല. അവനവന്റെ ഖബറാണെന്ന് കരുതി ചിന്തിക്കണേ. ഈ ശബ്ദം ശ്രമിക്കുന്നവരിൽ ഉസ്താദുമാരുണ്ടെങ്കിൽ ഹൃദയം തെറ്റി നിങ്ങളോട് പറയാ, അല്ലാഹുവിന്റെ ദീന മൂടി വെച്ചിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവരുടെ വയറുകളിൽ അവർ തീയല്ലാതെ നടക്കുന്നില്ല. അല്ലാഹു നാളെ സംസാരിക്കില്ല, അല്ലാഹു നാളെ സംസ്കരിക്കില്ല, അല്ലാഹു കാരുണ്യത്തിന് നോക്കം തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരെ ഹൃദയത്തിന്റെ സ്നേഹം കൊണ്ട്, അടക്കവയ്യാത്ത മഹബത്ത് കൊണ്ട് പറഞ്ഞു കൊടുക്കണേ ജനങ്ങളോട്. അല്ലാഹുവിന്റെ ഖുർആൻ, പ്രവാചകന്റെ ഹദീസുകള് ജനങ്ങളെ പഠന വിധേയമാക്കണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാൻ കഴിയില്ല. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ ഇവർ ഞങ്ങളുടെ അടുത്തുണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല എന്ന് വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളുടെ റബ്ബ് സാക്ഷിയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമാണ്, മുത്തുനബിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്.